ഉമ്മായും അപ്പയല്ലാണ്ട് ബാക്കി എല്ലാ സാധനം ഇവിടെ കിട്ടും. സത്യമായിട്ട് എല്ലാ സാധനം എനിക്ക് തോന്നുന്നു ചിലവരെങ്കിലും കിലോ കണക്കിന് തൂക്കിയായിട്ട് കൊടുക്കണം. 1 കിലോക്ക് 2.5 പൗണ്ട്. പിന്നെ ഗായ്സ് നമ്മളപ്പോൾ ഇന്നുള്ളത് ക്യൂൺസ് മാർക്കറ്റിലാട്ടോ. നമ്മുടെ ഈസ്റ്റാമിലുള്ള ക്യൂൺസ് മാർക്കറ്റിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് വെജിറ്റബിൾ മാർക്കറ്റ് എന്നാണ് ഇതിനെ മെയിനായിട്ട് അറിയണത്. വെജിറ്റബിളും പിന്നെ എന്താ പറയണം ചിക്കൻ, ബീഫ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെയായിരിക്കും. പിന്നെ ഇവിടെ ഫോൺ നിങ്ങൾ സൂക്ഷിച്ച് പിടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും കേട്ടോ. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവിടെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ട കടകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിട്ട് ചുമ്മാ കറങ്ങാൻ ഇറങ്ങിയതാണ് ഇന്ന്. പക്ഷെ നൈസ് സ്പോട്ടായിരുന്നു. പക്ഷേ എന്താണ് ഇതിനെ പറ്റി പറയാനുള്ള? ക്യൂൻസ് മാർക്കറ്റ് നമ്മുടെ അപ്ടോൺ പാർക്ക്, ഈസ്റ്റാമിന്റെ അടുത്തുള്ള നമ്മുടെ അപ്ടോൺ പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത്. ഇവിടെ സംഭവം ഉമ്മായും അപ്പയല്ലാണ്ട് ബാക്കി എല്ലാ സാധനം ഇവിടെ കിട്ടും. സത്യമായിട്ട് എല്ലാ സാധനം എനിക്ക് തോന്നുന്നു ചിലവർക്ക് ഇന്ന് വന്നിട്ട് കാര്യമില്ല. ഇന്ന് അവധിയാണ്. ഇവിടെ ഏതോ ഒരു ദിവസം എല്ലാവർക്കും നെറ്റ് നമ്മുടെ ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ, ഗൂഗിളിലെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏതോ ഒരു ദിവസം ഓഫ് ഉണ്ട്. അത് ക്യൂൻസ് മാർക്കറ്റിൽ നിന്ന് അടിച്ചാൽ ഗൂഗിളിൽ കയറി ക്യൂൻസ് മാർക്കറ്റ് അപ്ടോൺ പാർക്കിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ ഏതോ ഒരു ദിവസം ഓഫ് ഉണ്ട്. ആ ഓരോ ഇത് മാറ്റിയിട്ട് ആ ഒരു ഓഫുള്ള ദിവസം മാറിയിട്ട് നിങ്ങൾ ബാക്കി ഏത് ദിവസം വന്നാലും ഇവിടെ നല്ല തിരക്കാണ്. പിന്നെ ഇവിടേക്കും വരുമ്പോൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഫോൺ നോക്കണം കേട്ടോ. സത്യം പറഞ്ഞാൽ അവിടെ വരെ ഗോപ്രോ ഇരിക്കുമ്പോൾ ഞാൻ ഓർത്ത് എന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന ഗോപ്രോയെ അവിടെ ഇരിക്കണേന്ന് വരെ തോന്നിപ്പോയി. നമുക്ക് ഈ പറഞ്ഞ സെക്കൻഡ് സാധനം ഷൂ, ബൂട്ട് എല്ലാം ഉണ്ട്. അതും ഒറിജിനൽ നൈക്കിന്റെ, അൾട്രാസിന്റെ, പൂമയുടെ ഒക്കെ എല്ലാ സാധനമാണ്. എല്ലാം ഒരു 10-20 പൗണ്ടൊക്കെ ഉള്ളൂ. പിന്നെ ലാപ്ടോപ്പ് ഉണ്ട്, മൊബൈലുണ്ട്, എല്ലാ സാധനവും ഉണ്ട്. എല്ലാതായിട്ട് ഒന്നുമില്ല. അതായത് ആദ്യം തന്നെ പറഞ്ഞ ഉമ്മ ഉപയോഗിച്ച് ബാക്കി എല്ലാം ഇവിടെ കിട്ടും. ഈ ക്യൂൺസ് മാർക്കറ്റിന് എങ്ങനെയാടാ ക്യൂൺസ് മാർക്കറ്റിന്റെ പേര്? പണ്ട് ഇവിടെ എലിസബത്ത് രാജ്ഞി ഇവിടെ വന്നോണ്ടാന്ന് തോന്നുന്നു. പിന്നെ അതേന്ന് തോന്നുന്നു. നല്ല അറിവാട്ടോ. അത് ഉദ്ഘാടനം ചെയ്യാൻ വന്നേണ്ടാ ഗായ്സ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് സ്ലോ എന്ന് പറഞ്ഞ സ്ലോ ബിൻസിക്ക് ഫ്രണ്ടിൽ കയറണമെന്ന് പറഞ്ഞു, മേക്കപ്പ് ഇടണമെന്ന് പറഞ്ഞത് ഇതാട്ടോ പ്രിൻസിന്റെ. ഇത് നമ്മുടെ ക്യൂൺസ് മാർക്കിന്റെ അകത്തുള്ള കാഴ്ച കേട്ടോ. സെക്കൻഡ് ഹാൻഡ് ഷൂവും, അതിനകത്ത് നല്ല ഷൂ ഉണ്ട്, ഫസ്റ്റ് ഷോ ഉണ്ട്. പിന്നെ ഇതിങ്ങനെ കറക്കി കാണാം. ഇതൊരു വീഡിയോ ഞാൻ ഇൻസ്റ്റയിൽ ഇതിൻ്റെ ഷോട്ട് ഇട്ടപ്പം എനിക്ക് ഒത്തിരി കമൻറ്റ് ഇങ്ങനെ വന്നു, എന്തിനാണ് ബ്രോ UK മോശപ്പെടുത്തി കാണിക്കണേന്ന് ചോദിച്ചുകൊണ്ട്. ബ്രോ ഇതൊന്നും UK മോശപ്പെടുത്തി കാണിക്കണില്ല കേട്ടോ. എൻ്റെ കൺമുമ്പിൽ കാണുന്ന വിഷ്വൽ മറ്റുള്ളവരും കണ്ടോട്ടെ എന്ന് ഓർത്താൽ മതി. ഈ പാത്രങ്ങളിങ്ങനെ കണ്ടോ, ഇതിപ്പോൾ ചിലവർ പറയും ഇവർ കട്ടിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കണതാണ്, പിന്നെ ഇത് കൊള്ളൂല, ഇത് കച്ചറ സാധനമാണ്. നിങ്ങൾ വീഡിയോ കണ്ടോ, നിങ്ങൾ അവിടെ നിന്ന് മേടിക്കാനോ ഇതിൻ്റെ പ്രൊമോഷനോ ഒന്നുമല്ല ഞാൻ ചെയ്യണത്. ആഗ്രഹമുള്ളവർ UK ഇങ്ങനത്തെ സ്ഥലങ്ങളും ഉണ്ടെന്ന് മറ്റുള്ളവരെ കാണിച്ചു. ഇത് നട്ടും സ്പാനറും ഏതെടുത്താലും 75p ഉള്ളൂ കേട്ടോ. 75p. അത് ഈ പഞ്ചായത്തിലേക്ക് കളഞ്ഞ സാധനം പറക്കിക്കൊണ്ട് തന്നെയായിരിക്കും. പക്ഷേ ഇതാണ് ഇവിടുത്തെ സംഭവം. ഇതേ മോതിരം, വാച്ച്, അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു ദിവസമല്ല, ഒരു 2 മണിക്കൂർ കറങ്ങി കാണാനുള്ള ഒരു മാർക്കറ്റ് ഉണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. പിന്നെ മൊബൈലും കാര്യങ്ങളും എല്ലാം സൂക്ഷിക്കുക. പിന്നെ കൂടുതലും ഇങ്ങനെ നൈജീരിയൻസിൻ്റെ ബാർബർ ഷോപ്പ്, ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റണത്. പിന്നെ ഡ്രസ്സൊക്കെ ആണെങ്കിലും കിലോ കണക്കിന് തൂക്കിയായിട്ട് കൊടുക്കണം. 1 കിലോക്ക് 2.5 പൗണ്ട്. പിന്നെ അല്ലാത്തയും ഡ്രസ്സുകളുണ്ട് കേട്ടോ. ഇതെല്ലാം യൂസ്ഡാണ്. ഓക്കെ. നമ്മളവിടെ പോയപ്പോൾ ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് രാവിലെ എണീറ്റൊന്ന് കാണാൻ പോയി. പച്ചക്കറിയൊക്കെ ആണെങ്കിലും എല്ലാം വിലക്കുറവാണ്. പിന്നെ എന്താ പറയുക, ജാക്കറ്റ്സൊക്കെ എനിക്ക് തോന്നുന്നു 8 പൗണ്ട്. 10 പൗണ്ട് പറയും, 8 പൗണ്ടിന് തരും. പിന്നെ ചാറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ. പിന്നെ ഇതെന്താണ്, വാച്ചും കാര്യങ്ങളും. പിന്നെ ഇതൊക്കെ ഫ്രഷ് ആയിട്ടുള്ള ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. 2 5 പൗണ്ട്, 3 10 പൗണ്ട്. അത്യാവശ്യം നമുക്ക് വീട്ടിലേക്ക് ഇട്ടുകൊണ്ട് കിടക്കാവുന്ന ഒരു ഡ്രസ്സ്. പ്രത്യേകിച്ച് വലിയ അടിപൊളിയെന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി കാണിച്ചു എന്നുള്ളൂ. അപ്ടോൺ പാർക്ക്, ഞാനിതിൻ്റെ പോസ്റ്റ് കോഡും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ. പിന്നെന്താണ്, കൂടുതലും ഇവിടുന്ന് പർച്ചേസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ റൊമാനിയ, ബുൾഗാരിയ, നൈജീരിയൻസ് അങ്ങനെയുള്ള ആളുകളാണ് കൂടുതലും ഇവിടെ ഞാൻ കണ്ടത്. പിന്നെ പെർഫ്യൂമിൻ്റെ കട, ഇതൊക്കെ ഫ്രഷ് തന്നെയായിട്ട് പുത്തൻ സാധനം തന്നെയാണ്. പിന്നെ നമുക്ക് വില ഇങ്ങനെ പറഞ്ഞ് മേടിക്കാം. ഈ ഒരു സാധനം ഞാൻ ചുമ്മാ എടുത്തു അവിടുന്ന്. എത്ര 6.5 പൗണ്ടോ ആ ഒരു റേറ്റിക്കാണ് അവിടെ ഉള്ളൂ. ഓക്കെ. ഇതെനിക്ക് തോന്നണത് ഈ കസ്റ്റംസ് പിടിക്കണതും അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ വെയർ ഹൗസിൽ നിന്ന് ഈ മാജിക്കൽ ബോക്സ് എന്നൊക്കെ പറഞ്ഞ് ലേലം വിളിച്ചെടുക്കൂലേ, ചിലപ്പം അതായിരിക്കും. പിന്നെ ബോക്സിങ് ഗ്ലൗസ്, അങ്ങനെ പല സാധനങ്ങളുണ്ട്. അപ്പം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈസ്റ്റാമിൽ പോകേണ്ട ആവശ്യം വരുവാണെങ്കിൽ ഈസ്റ്റാമിൻ്റെ അടുത്ത് അബ്ഡോമൽ പാർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ഈ ക്യൂൺസ് മാർക്കറ്റ്.
പിന്നെ ഓക്കെ ഷൂയ്ക്കാണെങ്കിലും പിന്നെ ഷൂ സ്റ്റിച്ച് ചെയ്യാൻ ഇത് ഏകദേശം 35 പൗണ്ട് ആ തയ്യൽ മെഷീൻ. പിന്നെ ഫോണിക്ക് ചിലവർ പറയും ഇത് അടിച്ചു മാറ്റി കൊണ്ടുവന്ന് വിറ്റിട്ട് അവർ വിൽക്കണതാണ്. എന്താണെങ്കിലും എൻ്റെ കൺമുമ്പിൽ കണ്ടു, ഞാൻ വീഡിയോ എടുത്ത് ഇട്ടു എന്നുള്ളൂ. ഇങ്ങനത്തെ മാലകൾ കാര്യങ്ങൾ ഒത്തിരി വെറൈറ്റി സാധനങ്ങൾ അവിടെ കിട്ടും കേട്ടോ. പിന്നെ എന്താണ് ഗ്രില്ലിങ് മെഷീൻ, അതായത് ഈ കൺസ്ട്രക്ഷൻ വർക്ക് പണിയണവർ പിന്നെ ഈ റെസ്റ്റോറൻറ്റ് അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഡ്രിൽ മെഷീൻ മേടിച്ച് വയ്ക്കണം നല്ലതാണ്.